ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു SBIയോട് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ രേഖകൾ നാളെ തന്നെ സമർപ്പിക്കണം എന്നുള്ളത്. അതിൽ നിന്നും ഒളിച്ചോടാനുള്ള, അതിൽ നിന്നും ഒരു ഇലക്ഷനാണ് നമുക്കറിയാം. അപ്പോൾ ഹെഡ്ലൈൻസ് മാനേജ്മെൻറ്റ് ടാക്ടിക്സ് ആണ് മോദിയുടെ. ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ഇരിക്കാനുള്ള ഒരു അജണ്ട മാത്രമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്ലെഡ്ജ് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ദാറ്റ് ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറയുമ്പോൾ ഈ ഒരു ജനതയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമുക്ക് പറയാൻ കഴിയുക? അതിനുള്ള ഒരു അനിവാര്യത എന്താണെന്നുള്ളത് വ്യക്തമായി പരിശോധിച്ച് പോകേണ്ടതാണ്. മതമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഇവിടെ കയറി ചെല്ലാൻ ഒരു ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിം വിഭാഗത്തെയോ മാത്രമല്ല, മറിച്ച് ജൂസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും മതമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും ഇവരാരെയും ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇതിനർത്ഥം ഇവിടുത്തെ മെജോറിറ്റിയിൽ വരുന്ന ഒരു രാഷ്ട്രീയം കളിക്കൽ മാത്രമാണ് BJP ഇതാക്കുന്നത്. നമ്മൾ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എന്താ പറയുക, മതരാഷ്ട്രം ഉണ്ടാക്കലാണ്. ആ മതരാഷ്ട്രത്തിലോട്ടുള്ള പടവുകൾ ഓരോന്നായി ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനാകുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നടക്കില്ല എന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അത് വോട്ടിലൂടെ രേഖപ്പെടുത്തണം എന്ന് കൂടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു ഭരണകൂടമാണെന്ന്, എന്നിട്ട് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങളെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ആ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തിലെ ആൾക്കാരെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയെറിയുന്നത് പോലെ അവർക്ക് പൗരത്വം കൊടുക്കാതെ മാറ്റി നിർത്താൻ സാധിക്കുക എന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്യുലറിസം കയ്യിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് ഇങ്ങനെ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമില്ല. ഇതിൽ മറ്റൊരു കാര്യങ്ങളും നമുക്കിതിനെ കൂട്ടിച്ചേർക്കാനോ ഒന്നുമില്ല. ഇതെന്താ പറയുക, സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നില്ല, വരുന്ന ആൾക്കാർക്ക് ഗുണങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ സിറ്റിസൺസ് തന്നെയാണ്. എല്ലാ ഇന്ത്യക്കാരും ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തിരിച്ചുകൊണ്ട് ആ ഒരു വർഗീയത അവരിലേക്ക് കുത്തിവെച്ച് ഈ ഒരു ബില്ല് കൊണ്ട് ആ ഒരു വോട്ടാക്കി മാറ്റുക എന്ന ഉദ്ദേശം എന്നൊരു ഹിഡൻ അജണ്ടയായിട്ട് BJP മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ട്രാപ്പിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ വീകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും രാജ്യത്ത് ഒരു വർഗീയ ധ്രുവീകരണം കൊണ്ടുവരിക എന്നുള്ള BJP സർക്കാരിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ ഭരണഘടന വിവരിക്കുന്ന ആർട്ടിക്കിൾ 14 പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, അതിൻ്റെ ഒരു ലംഘനം കൂടിയാണ് ഇത്.